കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ഒരു പുതിയ പ്രോജക്റ്റിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസിൽ നിന്നും വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഫോട്ടോ ഫ്രെയിം മാസ്ക് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഇപ്പോൾ ഫ്രെയിം നമുക്ക് വേണ്ട രീതിയിൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ഫ്രെയിമിലേക്ക് വേണ്ട ആദ്യത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിന്നും ഈ ഇമേജ് ആദ്യത്തെ ഫ്രെയിമിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട വിധം സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ലെഫ്റ്റ് എഡ്ജിലേക്ക് ചേർത്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. രണ്ടാമത്തെ ഫ്രെയിമിലായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട വിധം സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് റൈറ്റ് എഡ്ജിലേക്ക് ചേർത്ത് വെക്കുക. മൂന്നാമത്തെ ഇമേജ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിന്നും ഈ ഇമേജ് താഴത്തെ മാസ്കിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട വിധം സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ലെഫ്റ്റ് എഡ്ജിലേക്ക് ചേർത്ത് വെക്കുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട അളവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ഈ ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഇതുപോലെ ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. ആനിമേഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മാർക്ക് ചെയ്യുന്നതിന് ഈ കീയിൽ ക്ലിക്ക് ചെയ്യുക. കർസർ പതിയെ മൂവ് ചെയ്യിച്ച് ലെയറിന്റെ എൻഡിങ്ങിലായി കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് റൈറ്റ് എഡ്ജിലേക്ക് മൂവ് ചെയ്യിച്ച് നിർത്തുക. ടൈം ലൈനിൽ നിന്നും രണ്ടാമത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഇതുപോലെ ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. ഈ ആനിമേഷൻ കീയിൽ ക്ലിക്ക് ചെയ്യുക. കർസർ പതിയെ മൂവ് ചെയ്യിച്ച് ലെയറിന്റെ എൻഡിങ്ങിലായി കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് ലെഫ്റ്റ് എഡ്ജിലേക്ക് മൂവ് ചെയ്യിച്ച് നിർത്തുക. ടൈം ലൈനിൽ നിന്നും മൂന്നാമത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഇതുപോലെ ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. ഈ ആനിമേഷൻ കീയിൽ ക്ലിക്ക് ചെയ്യുക. കർസർ പതിയെ മൂവ് ചെയ്യിച്ച് ലെയറിന്റെ എൻഡിങ്ങിലായി കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് റൈറ്റ് എഡ്ജിലേക്ക് മൂവ് ചെയ്യിച്ച് നിർത്തുക. ബ്രഷ് സ്ട്രോക്ക് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഇമേജ് ഈ ലെഫ്റ്റ് ഭാഗത്തായി സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. വൈപ്പ് റൈറ്റ് സെലക്ട് ചെയ്യുക. കർസർ ഈ സ്ട്രോക്ക് ഇമേജ് ലെയറിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക. ഈ ടെക്സ്റ്റ് ഇവിടെ നിന്നും ബ്രഷ് സ്ട്രോക്ക് ഇമേജിന് മുകളിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. വൈപ്പ് റൈറ്റ് സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ബ്രഷ് സ്ട്രോക്ക് ലെയർ സെലക്ട് ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഇവിടെ നിന്നും ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ താഴെ റൈറ്റ് സൈഡിലായി കൊണ്ടുവന്ന് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. ഈ ഫ്ലിപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ടൈം ലൈനിൽ നിന്നും ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഇവിടെ നിന്നും ഈ ടെക്സ്റ്റ് ലെയർ താഴത്തെ ബ്രഷ് സ്ട്രോക്ക് ഇമേജിന് മുകളിലായി കൊണ്ടുവന്ന് വെക്കുക. എഡിറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിലവിലുള്ള ടെക്സ്റ്റ് എറേസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. വൈപ്പ് ലെഫ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഫ്ലൈയിങ് ഹേർട്സ് വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക.
ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. എല്ലാ ലെയറുകളുടെയും ലെങ്ത് വീഡിയോയ്ക്ക് വേണ്ട അളവിലേക്ക് മാത്രമായി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.